നല്ല വചനം പേജിലൂടെ ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും പ്രസ്തുത പഠനത്തിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള വിവിധ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു കന്യകയിൽ ജനിച്ചവനാകുന്നു എന്നുള്ളതാണ്. പഴയ പുതിയ നിയമങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു കന്യകയിൽ തന്നെ ജനിക്കും എന്ന് മുൻപ് കൂട്ടി ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പ്രസ്താവിച്ചിട്ടുള്ളത് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ആദ്യമായി തന്നെ പാപം ചെയ്ത മനുഷ്യനോട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള വാഗ്ദത്തം കർത്താവ് നൽകിയതായി നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49:10 ഈ വാക്യങ്ങളിൽ ഇപ്രകാരം ജനിക്കാനുള്ള സ്ത്രീയുടെ സന്തതി വാസ്തവത്തിൽ യഹൂദ ഗോത്രത്തിലൂടെയാണ് ലോകത്ത് രംഗപ്രവേശം ചെയ്യേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രക്ഷിതാവ് ജനിക്കേണ്ടത് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ മക്കളിൽ ഒരാളായിട്ടായിരിക്കും എന്ന് പറയുന്നു. യെശയ്യാവ് 7:14 വളരെ വ്യക്തമായി ഒരു പ്രവചനം നാം കാണുന്നുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പാൻ ഇരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ പറയുമ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് പറഞ്ഞതായി നാം വായിക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം 9:6 വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കന്യകാജനനത്തിന്റെ ഉപോദ്ബലകമായ മറ്റൊരു പ്രവചന തെളിവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വായിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലേക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുന്നതാണ്. മത്തായി 1:25 വാക്യം, പ്രത്യേകിച്ച് 18 മുതൽ 25 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ മേൽപ്പറഞ്ഞ തിരുവെഴുത്തിന്റെ ഭാഗങ്ങളുടെ നിവർത്തി ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുന്നതായി നാം വായിക്കുന്നു. യഹൂദ ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്ന് പറയുന്ന പുരുഷനു വേണ്ടി നിർമ്മല കന്യകയായ മറിയെ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. എന്നാൽ അവർ കൂടി വരും മുമ്പ്, അതായത് വിവാഹ ബന്ധത്തിലേക്ക് കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി തീർന്നു. അങ്ങനെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീരുകയും യോസേഫ് അവളെ നിഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്ത സമയത്താണ് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ ചെയ്യരുത്, അവളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ നാം വായിക്കുന്ന യോസേഫ് മറിയെ വിവാഹം കഴിച്ചു. അപ്പോസ്തലനായ പൗലോസ് കന്യകാ ജനനത്തെ സംബന്ധിച്ച് നേരിട്ട് പ്രസ്താവിക്കുന്നില്ല എങ്കിലും 1 കൊരിന്ത്യർ 15:8 പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പൗലോസ് വളരെ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 7:14 നിവർത്തീകരിക്കപ്പെട്ട കർത്താവായ യേശുവാണ് 1 കൊരിന്ത്യർ 15 പറയപ്പെടുന്ന യേശു ക്രിസ്തു എന്ന് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-17 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയുടെ മനോഹരമായ ചിത്രം നൽകിക്കൊണ്ട് വളരെ വ്യക്തമായി ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 740 സംവത്സരങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് അവന്റെ ജനത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രഖ്യാപനവും പൗലോസ് ഇവിടെ സ്ഥിരീകരിക്കുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം വളരെ അനിവാര്യമാകുന്ന ഒരു വിഷയം തന്നെയാണ്. 4 അതിപ്രധാനമായ ഉദ്ദേശങ്ങളാണ് കന്യകാ ജനനത്തിന് ഉണ്ടായിരുന്നത്. 1, പരിശുദ്ധനും തേജോമനുമായ ദൈവത്തെ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ലോകത്തിന് വെളിപ്പെടുത്തുക. യോഹന്നാൻ 1:18 പിതാവായ ദൈവത്തെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്തവനാണ് കർത്താവായ യേശു. 2, മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകൽച്ച എന്നേക്കുമായി ഇല്ലാതാക്കുക. 1 തിമോത്തി 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി
തന്നെത്താൻ മറുവിലയായി അർപ്പിച്ച ക്രിസ്തുയേശു തന്നെ. 3. മനുഷ്യനെ രക്ഷിക്കുക. എബ്രായർ 2:14 മുതൽ 16 വാക്യങ്ങൾ. ക്രിസ്തു ലോകത്ത് വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ജഡരക്തങ്ങളോട് ജനിച്ച മനുഷ്യരെ പിശാചിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് എന്നേക്കുമായി രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. 4. സർവ്വസൃഷ്ടികളെയും വീണ്ടെടുക്കുക. റോമാലേഖനം 8:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങിക്കൊണ്ട് ഈറ്റുന്നവോടെ കഴിയുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ സൃഷ്ടിയെ ഞരക്കത്തിൽ നിന്ന് ശാശ്വതമായി വീണ്ടെടുക്കുക, ദൈവത്തെ വെളിപ്പെടുത്തുക, മനുഷ്യനെയും ദൈവത്തിൽ നിന്നുള്ള വിടവ് നികത്തുക, മനുഷ്യന്റെ രക്ഷ സാധ്യമാക്കുക, സർവ്വസൃഷ്ടികളെയും വീണ്ടെടുക്കുക. ഇങ്ങനെ 4 ആത്യന്തികമായ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുവാൻ സാധിച്ചെടുക്കുവാൻ യേശു ക്രിസ്തു കന്യകയുടെ സുതനായി തന്നെ ജനിച്ചേ മതിയാവുകയുള്ളൂ എന്ന ദൈവവചനം പറയുന്നു.